2026 എല്ലാവർക്കും സ്വാഗതം. പുതിയ വർഷം, പുതിയ തുടക്കം. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ? പക്ഷേ ഈ വർഷം നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വെറുതെ ഒരു ഡയറി എഴുതാൻ പോകുന്നില്ല. പകരം നിങ്ങളുടെ കയ്യിലുള്ള ആ സാധാരണ ഡയറി ഉണ്ടല്ലോ, അതിനെ നിങ്ങളുടെ കരിയർ ഗോളുകൾ ഓരോന്നായി നേടാനുള്ള ഒരു ഭയങ്കര പവർഫുൾ സിസ്റ്റമാക്കി മാറ്റാൻ പോവുകയാണ്. അതെ, ഇത് വെറുമൊരു ഡയറിയല്ല, ഇതൊരു മിഷനാണ്. നമുക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം സംസാരിക്കാം, അല്ലേ? എല്ലാ ജാനുവരിയിലും നമ്മളെല്ലാം ഭയങ്കര ആവേശത്തിലായിരിക്കും. പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, ജിമ്മിൽ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും എന്താ സംഭവിക്കാറ്? ആ ആവേശമൊക്കെ എങ്ങോട്ട് പോകും? നമ്മൾ അടിപൊളി പ്ലാനൊക്കെ ഉണ്ടാക്കും, പക്ഷെ ആ പ്ലാനിന് എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് നമ്മുടെ ബെസ്റ്റ് പ്ലാനുകൾ പോലും പാതി വഴിക്ക് നിന്ന് പോകുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്ലാനിലല്ല, അത് വേറൊരിടത്താണ്. ഓക്കെ, ഇപ്പോൾ പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്ലാനും ഒരു സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിലെ ഡെസ്റ്റിനേഷൻ പോലെയാണ്. നിങ്ങൾക്ക് എവിടെ എത്തണമെന്ന് അത് കൃത്യമായി കാണിച്ചു തരും. പക്ഷേ ഒരു സിസ്റ്റം എന്താണെന്നറിയോ? അതാണ് നിങ്ങളെ എല്ലാ ദിവസവും ആ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടി. വണ്ടിയില്ലാതെ വെറുതെ ഡെസ്റ്റിനേഷൻ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് വെറുമൊരു ലക്ഷ്യമല്ല, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് പറയുന്ന പേരാണ് സിസ്റ്റം. സാധാരണയായിട്ട് നമ്മൾ ഡയറിയിൽ എന്താ എഴുതാറ്? ഇന്നലെ എന്ത് സംഭവിച്ചു, അല്ലേ? നമുക്ക് ആ ശീലം ഒന്ന് മാറ്റിയാലോ? നിങ്ങളുടെ ഡയറിയെ ഒരു റിയർ വ്യൂ മിറർ പോലെ പിന്നോട്ട് നോക്കാൻ മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ഭാവിയെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആക്കി മാറ്റാം. നമ്മൾ എഴുതാൻ പോകുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചല്ല, വരാനിരിക്കലെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു വാചകം ഇത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കണം. വെറുതെ എഴുതി വെക്കുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷെ എപ്പോഴാണോ ആ വാക്കുകൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവുന്നത്, എപ്പോഴാണോ അത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ ഡയറി ഒരു സാധാരണ പുസ്തകമല്ലാതായി മാറും. അതൊരു പവർ ഹൗസായി മാറും. ആ പവർ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ?